ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി വ്ളോഗ്. ഇന്ന് സാറ്റർഡേ, ഞാനിന്ന് ലീവ് എടുത്തേക്കണെയാണ്. എൻ്റെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഞാനിന്ന് ലീവ് എടുത്തു. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മോളും കൂടി കുറച്ച് സാധനങ്ങൾ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഞങ്ങൾ എന്തൊക്കെയാണ് മേടിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാം. ഞങ്ങൾ പോയത് ഹോളിവുഡ് ഷൂസ് എന്ന് പറഞ്ഞ സ്റ്റാച്യൂലുള്ള ഒരു ഷോപ്പിലാണ് പോയത്. ഇവിടെ ചെരുപ്പുകൾ എല്ലാം A to Z എല്ലാം ചെരുപ്പുകൾ ഇവിടെ കിട്ടും. സ്കൂൾ ഷൂസും പിന്നെ നമ്മൾ പാർട്ടി വെയർ പിന്നെ കാഷ്വൽ ചെരുപ്പുകൾ എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഷൂവും പിന്നെ ഇവൾക്ക് മഴക്കാലത്ത് ഇടാനുള്ള സാൻഡൽസും ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത്. ഇവിടെ സ്ലിംഗ് ബാഗ്സ്, അല്ലാത്ത ഹാൻഡ് ബാഗ്സ്, പൗച്ചസ് എല്ലാം ഇവിടെ അവൈലബിൾ ആട്ടോ. അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റീബാസ് എന്ന് പറഞ്ഞ് കാണുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ അവിടെ സ്കൂളിലുള്ള സോക്സും കാര്യങ്ങളൊക്കെ മേടിക്കുക. അവിടെ റെഡിമെയ്ഡ് യൂണിഫോംസും അവൈലബിൾ ആണ്. പിന്നെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്ക് സൈഡിൽ സെൻട്രൽ ബുക്ക് സ്റ്റോർ എന്നൊരു കടയുണ്ട്. അവിടെ നിന്നാണ് ബുക്സും കാര്യങ്ങളും പേന പെൻസിലെല്ലാം മേടിക്കുന്നത്. ഇവിടെ സ്കൂൾസിലുള്ള ബുക്സും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച്. ഇതൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ മേടിച്ച് ഇനിയും മേടിക്കാനുണ്ട്. അപ്പോൾ വേറെ സ്ഥലത്തിലൊക്കെ പോയി മേടിക്കണം അല്ലേ ഇഷ? ചാരുദ സിൽസിലാട്ടോ. ചാരുദ സിൽസിൽ പോയത് ഞങ്ങൾ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സും പിന്നെ ടൈറ്റ്സ് സ്പെഗറ്റീസ് എല്ലാം വാങ്ങിക്കാനാണ് പോയത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞങ്ങൾ ആരും എറണാകുളത്ത് പോകാറില്ല കേട്ടോ. നേരെ തൃപ്പൂണിത്തുറയിലാണ് വരുന്നത്. ഈ ചാരുദ സിൽസ് എന്ന് പറഞ്ഞ കട ഉള്ളത് തൃപ്പൂണിത്തുറ സ്റ്റാച്യൂവിൽ തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ എല്ലാം ഡ്രസ്സും മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ന്യൂക്ലിയസ് മോളിൽ വന്നേക്കണം. നല്ല ചൂടുണ്ട്, വെയിലൊട്ടുമില്ല, മൂടൽ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ചൂട്. അപ്പോൾ ഞങ്ങൾ ന്യൂക്ലിയസ് മോളിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് ഒരു 1-2 സാധനങ്ങളും മേടിക്കാൻ വേണ്ടി വന്നേക്കുക കേട്ടോ. ഈ ന്യൂക്ലിയസ് മോൾ വരുന്നത് മരടിലാട്ടോ. ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റത്തെ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ പേർപ്പിൾ സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോർ പുതിയതായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിസ് ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡർ മേടിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. 15% ഡിസ്കൗണ്ട്, 2 മേടിച്ചാൽ 1 ഫ്രീ. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങൾ ഒരുപാടൊന്ന് പർച്ചേസ് ചെയ്ത് ജസ്റ്റ് കോമ്പാക്ട് പൗഡറും പിന്നെ ലിപ് ബാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞങ്ങൾ മേടിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ന്യൂക്ലിയസ് മോളിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പം എൻ്റെ ഫ്രണ്ട് വരും എന്നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്തോ കാര്യം എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് പോയേക്കുക. അപ്പോൾ പുള്ളിയായിട്ട് ഇപ്പം ഇങ്ങോട്ട് ഇരുന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണതാണ്. കുറേ നാൾക്ക് ശേഷം സ്കൂളിൽ എൻ്റെ അപ്പോൾ 12th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചാണ്. അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് സംസാരിച്ച് അപ്പോൾ അത്യാവശ്യമായിട്ട് അവളൊന്ന് പുറത്തേക്ക് പോയേക്കണേണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഡയറക്റ്റ്ലി ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അത് മോക്കാണെങ്കിൽ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോകും. പിന്നെ ഇവളെ നേരെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടേ ആക്കി. അവൾ യൂണിഫോമൊക്കെ ഇടിച്ച് നേരെ ഡാൻസ് ക്ലാസ്സിലാക്കി. കാരണം ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 o'clock ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൊണ്ടേ ആക്കി. അത് കഴിഞ്ഞിട്ട് വടക്കേക്കോട്ടയിൽ ഇവൾക്ക് പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വടക്കേക്കോട്ടയിൽ ഒരു ബാഗ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ്, അതായത് സാംസോണൈറ്റ്, അമേരിക്കൻ ടൂറിസ്റ്റ്, പിന്നെ ലാവി ബാഗ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഷോപ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വടക്കേക്കോട്ടയിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഓഫേഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് സ്കൂൾ സാധനങ്ങൾക്കൊക്കെ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പൗച്ച് ഒരു 250-300 റേഞ്ചിൽ എല്ലായിടത്തും കിട്ടുന്ന സെയിം ആ റേഞ്ചിൽ തന്നെ പൗച്ചസാണ് എനിക്ക് ഇവിടെയും ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ഇവള് ഈ കടയിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോൾ അവൾക്കൊരു ആഗ്രഹം ഇവിടെ നിന്ന് മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇവിടെ. പക്ഷേ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഇവൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഇവള് ഒരു പിങ്ക് കളർ പൗച്ച്, വയലറ്റ് കളറിലൊരു പൗച്ച് ഇവള് വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ എൻ്റെ ഇളയാളെ ഡേ കെയറിന്ന് പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഞാൻ വാങ്ങിച്ച സാധനം. എനിക്ക് വാങ്ങിച്ച സാധനം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കടയിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മോളുടെ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ ഗേൾസും ബോയ്സും ഇങ്ങനത്തെ ബ്ലാക്ക് ഷൂ ഇടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒഡീസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇതാണ് മേടിച്ചത്. ഇതൊരു 348 rupees ആയുള്ളൂ.
ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാട്ടം മേടിച്ചത്. പിന്നെ ഇവർക്ക് സ്കൂളിൽ മഴക്കാലത്ത് ബ്ലാക്ക് സാൻഡൽസ് തന്നെ ഇടണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഈ ബ്ലാക്ക് സാൻഡൽസാണ് ഞാൻ മേടിച്ചത്. കൂട്ടത്തിൽ ഇത്തിരി റേറ്റ് കൂടിയുള്ളൂ കേട്ടോ. ഇത് 700 ആയി. കാരണം ഇത് ഒരു അത്യാവശ്യം സ്പാർക്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സ്കൂളിൽ അവരുടെ സ്കൂളിലെ യൂണിഫോമിൻ്റെ ഈ സോക്സ്, ഇതൊക്കെ നമുക്ക് തൃപ്പൂണിത്തുറയിൽ തന്നെ കിട്ടും കേട്ടോ. സ്കൂൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കടയിൽ നിന്ന് തന്നെയാണ് ഈ സോക്സ് മേടിച്ചത്. ഇനി എൻ്റെ മോൾ 5ാം ക്ലാസ്സിലായതുകൊണ്ട് ഇനി അവൾ 5ാം ക്ലാസ്സിലേക്കാണ് പ്രൊമോട്ട് അയക്കണം. അപ്പോൾ അവൾക്കൊക്കെ പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളെല്ലാവരും പെന്ന് ഇങ്ങനത്തെ ഒരു ഹീറോ പെന്നൊക്കെ അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നേച്ച് നമ്മൾ. അപ്പം ഞാൻ അവളോടും പറഞ്ഞു നീ ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത്. പിന്നെ അവൾക്കൊരു എക്സ്ട്രാ ഒരു സെല്ലോ ഗ്രിപ്പറിൻ്റെ ഒരു സാധാ ഒരു ബോൾ പെന്നും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഇങ്ക് പെന്നും പിന്നെ ബോൾ പെൻ, പിന്നെ കുറച്ച് ബ്ലൂ ഇങ്കിൻ്റെ റീഫില്ലേഴ്സ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നോസ്റ്റാൾജി ആയിട്ട്, റീഫില്ലറും സ്കെയിലും ഭയങ്കര നോസ്റ്റാൾജി ആയിട്ട് ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ ഇങ്ക്, പാർക്കറുടെ ഇങ്ക് ഉണ്ട്. ഞാനപ്പോൾ എൻ്റെ മോളോട് പറയുകയും ചെയ്തു ക്യാമലിനാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് വെച്ചാൽ, പക്ഷേ ഇവിടെ പാർക്കറുടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കറിൻ്റെ തന്നെ ഞാൻ മേടിച്ചു. പിന്നെ അവൾക്ക് മറ്റേ കാലൻ കുടയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 ഫോൾഡ് കുട മേടിച്ചിട്ടുണ്ട് അവൾക്ക്. ഇതൊരു 558 ആയി. ഇത് ഇത്രയും സാധനം. പിന്നെ അവളൊരു പെൻസിൽ ബോക്സ് മേടിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു പെൻസിൽ ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ തൃപ്പൂണിത്തുറയിൽ തന്നെ, തൃപ്പൂണിത്തുറയല്ല വടക്കേക്കോട്ടയിൽ തന്നെ മേടിച്ചതാണ് ഈ ഒരു പെൻസിൽ ബോക്സ്. ഇത് അവിടെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, ഒരു 50% ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ മേടിച്ചതാണ്. ഇതൊരു 500 സാധനം എനിക്കൊരു 350ക്ക് കിട്ടി. ഇത് കുഴപ്പമില്ല, പൗച്ചസ് എല്ലായിടത്തും ഈ സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ഇവളുടെ തന്നെ ഇഷ്ടമുള്ളൊരു കടയിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ സാറ്റർഡേ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളൊരു 2:45 ആയപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരുന്നു. അപ്പോൾ 3 o'clock എൻ്റെ മോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ വേഗം വീട്ടിൽ വന്ന് അവൾക്ക് യൂണിഫോം ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. അവളെ ഡാൻസ് ക്ലാസ്സിലാക്കി. ഇത് ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് ഇളയാളെ ഡേ കെയറിൽ നിന്നും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഷോർട്സിൽ കാണാം. എന്നെ കണ്ടോ, ആകെ ക്ഷീണിച്ച് വേർത്ത് കുളിച്ചിരിക്കുക, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye, see you, love you guys.